ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസവും ചർച്ച പുരോഗതിയില്ലാതിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈജിപ്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണത കൈവരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന തരത്തിൽ പുതിയ നിബന്ധനകളും നിലപാടുകളുമൊക്കെ ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ്. ഗസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇപ്പോഴും നിയന്ത്രണങ്ങളില്ല എന്നുള്ളത് ഏറെ ആശങ്കയായെത്തുന്ന കാര്യമാണ് എന്ന് മൂന്നാം ഘട്ടത്തിലുള്ള ചർച്ചയോടനുബന്ധിച്ച് തന്നെ ഹമാസ് പറഞ്ഞു. അതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടെന്നും ആ നിർദ്ദേശത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു തീർപ്പുണ്ടാക്കാൻ സാധിക്കൂ എന്ന കാര്യം കൃത്യതയോടുകൂടി തന്നെ ഹമാസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഗസയ്ക്ക് നേരെ നടക്കുന്ന ഏതൊരു ആക്രമണവും അല്ലെങ്കിൽ ഏതൊരു ചലനവും ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും അത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്തൊരു നീക്കുപോക്കൾ നടത്തപ്പെട്ടാലും അത് സാരമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ബാധിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിന് പരിഹാരമുണ്ടാവണമെങ്കിൽ യുദ്ധവിരാമമല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുള്ളിടത്തേക്ക് IDF സംഘവും എത്തിയിരിക്കുന്നു. അവർ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം നേടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബലപിടുത്തം അത്ര ഉചിതമല്ല. ബന്ദികൾ അപകടാവസ്ഥയിലാണ്. അവരുടെ അവസ്ഥകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പൂർണ്ണത കൈവരുത്തണം. ഈ ഒരു രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും പോകുന്നത്. ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ ഊന്നിയിരിക്കുന്ന ഊന്നിയിരിക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന ഒന്ന് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം. അത് ഇതിനു മുൻപ് ഹമാസ് പറഞ്ഞതാണ്. അത് കർക്കശമായ രീതിയിൽ ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഗസ ദേശത്തിൽ ഇസ്രായേലിന് കാര്യമൊന്നുമില്ല, അത് ഞങ്ങളുടെ ദേശമാണ്, അവിടെ നിന്ന് പൂർണ്ണമായ രീതിയിൽ സൈനികർ പിന്മാറണം. ഇതാണ് പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഗാസയിൽ നിന്ന് പുറത്തു പോയവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാവണം. അതിൽ ഇസ്രായേൽ ഇടപെടാൻ പാടില്ല. ഇസ്രായേൽ പുറത്തു പോകുന്ന സമയത്ത് പിന്നീട് അതിൽ അഭിപ്രായ കാര്യങ്ങൾ പറഞ്ഞു. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഗാസയ്ക്ക് അകത്ത് തെക്ക് വടക്കൻ ഗസയിലെയും കാൻ യൂനിസിൻ്റെയും ഈ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗസക്കാർ പോയിട്ടുണ്ട്. അവിടെ എല്ലാം താമസിക്കുന്നുണ്ട്. ഇപ്പോഴും അഭയാർത്ഥികളെ പോലെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യം വിട്ടുപോയവർ, ഗസ വിട്ടുകൊണ്ട് ഈജിപ്തിലേക്കും ലെബനാനിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ അഭയാർത്ഥികളായിട്ട് പോയ ഫലസ്തീനികളുണ്ട്. അവർ തിരിച്ചു വരുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ തടയുക എന്നുള്ളത് സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളതാണ്. ആ പ്രവർത്തനത്തിൽ നിന്ന് അവരെന്ത് ചെയ്യണം? മാറി നിൽക്കണം. കാരുണ്യ സേവനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. 7000-ലധികം ട്രക്കുകൾ റഫയുടെ അതിർത്തിയിൽ ഈജിപ്തിൻ്റെ ബോർഡറോട് കൂടി ചേർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞതാണ്. ഞാൻ കണ്ടു, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ഒരു ഭാഗത്ത് പട്ടിണി കിടന്നുകൊണ്ട് കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്നു, മറുഭാഗത്ത് ഭക്ഷ്യധാന്യങ്ങളുമായി എത്തിയ ട്രക്കുകളെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ ഇസ്രായേൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ഇന്നത്തെ നൂറ്റാണ്ടിൽ യോജിച്ചതല്ല, വലിയ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ ഹമാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താനൊന്നും പറ്റില്ല. അത് കൃത്യമായ രീതിയിൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് അത് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ ഗാസയുടെ വിഷയത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണം. അത് മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ടാണ് അവർ പറയുന്നത്. ഈ പല ഘട്ടത്തിലും ഇടപെടാറുണ്ട്. അതായത് മറ്റു ലോക രാജ്യങ്ങൾ ഗസയെ സഹായിക്കുന്ന സമയത്ത് അതിൽ പോലും ഇസ്രായേൽ ഇടപെടുന്ന രീതിയും
കരണ്ട്, വെള്ളം, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്ന് പോലെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് തടയുന്ന പ്രവർത്തനങ്ങളും സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുണ്ട്. ആ പ്രവൃത്തി ഒഴിവാക്കണം. ആ പ്രവൃത്തിയിൽ നിന്ന് അവർ മാറി നിൽക്കണം. അത്തരം വിഷയത്തിലൊന്നും, ഞങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ വെക്കുന്നു. ഇപ്പോഴത്തെ ഈ സ്ഥിരമായിരിക്കുന്ന, പിന്നെ അടുത്ത വിഷയം പറയുന്നത് സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. സ്ഥിരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ വേണം. താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തൽ ഉണ്ടാവില്ല. അതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല. കാരണം താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തൽ അവസാനിക്കുന്ന ദിവസത്തിന്റെ മുൻപ് തന്നെ ഇസ്രായേൽ തിരിച്ച് ആക്രമണം തുടങ്ങും. അപ്പോൾ അതുവരെ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ കഠിനമായിരിക്കുന്ന ആക്രമണമാണ് പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് അത് തങ്ങൾ അംഗീകരിക്കില്ല എന്ന തരത്തിൽ. കുടിയിറക്കിയവർക്ക് തിരിച്ചു വരാനുള്ള അവസരം അത് അതിൽ പറയുന്നുണ്ട്. പല തരത്തിലും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ദേശത്ത്, സ്വന്തം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശത്തിലേക്ക് കുടിയിറക്കപ്പെടുന്ന സ്ഥിതി, പിന്നെ അഭയാർത്ഥി ക്യാമ്പ് വെച്ചുകൊണ്ട് അങ്ങനെ മാറ്റപ്പെടുന്ന സ്ഥിതി, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടേക്ക് മാറണം എന്ന് ഇസ്രായേൽ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്യപ്പെടുന്ന സ്ഥിതി, പല തരത്തിലാണ്, പല രൂപത്തിലാണ്, പല സ്ഥിതിയിലാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. അവർക്ക് അവരുടെ ദേശം ഏതാണോ, അവരുടെ വീട് ഏതാണോ അവിടേക്ക് തിരിച്ചു വരാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കണം എന്നും അതിൻ്റെ കൂടെ പറയുന്നു. പിന്നെ മറ്റ് പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് തടവുകാരുടെ കൈമാറ്റത്തിന് മാന്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം. ഈ തടവുകാരുടെ കൈമാറ്റം ഇതിനു മുൻപും ഹമാസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. തടവുകാരെ മോചിപ്പിക്കുക, അത് കരാർ വ്യവസ്ഥ പ്രകാരം മോചിപ്പിക്കും. മോചിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഗസയിലേക്ക് സൈനികർ വന്നുകൊണ്ട് നൂറുകണക്കിന് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടു. ഇവിടെ നിന്ന് മോചിപ്പിച്ചത് ഏകദേശം ഒരു 100 പേരാണെങ്കിൽ പിന്നീട് അവർ അറസ്റ്റ് ചെയ്യുക 300 പേരായിരിക്കും. ഈ 300 പേരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഏകദേശം ഒരു 10-20 ആൾക്കാർ മരണപ്പെടുന്ന രീതിയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ക്രൂരമായിരിക്കുന്ന പീഡനം മൂലമാണ് മരണപ്പെടുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതും പിന്നീട് ചോദിച്ച ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ചോദ്യം, അതാണ് ഇപ്പോഴും ഉത്തരം മുട്ടിയിരിക്കുന്നത്. ഇവർക്കൊന്നും ഒരു കൃത്യമായിരിക്കുന്ന ഉത്തരം പറയാൻ വേണ്ടി സാധിക്കാത്തതും അതാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ കരാർ ലംഘിച്ചാൽ ഇതിന് ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ആ ചോദ്യത്തിന് ഉത്തരമില്ലാതായിരിക്കുന്നു. കാര്യം നടന്ന കരാർ വ്യവസ്ഥയിലെല്ലാം ഇസ്രായേൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. അത് ഇനിയും ലംഘിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വെടിനിർത്തലിന് ഒരു തീയതി നിശ്ചയിച്ച് ആ തീയതി അവസാനിക്കുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടങ്ങുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുകയും പരിക്കേറ്റവർക്ക് ചികിത്സ നടത്താൻ പറ്റാത്ത സ്ഥിതികളും അങ്ങനെ പല രീതിയിലാണ്, പല രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇടപെടൽ. അത്തരം ഒരു വിഷയം ഉണ്ടായാൽ ഇതിൽ ആരിടപെടും എന്നുള്ളതാണ്. ഈജിപ്തോ ഖത്തറോ അമേരിക്കയോ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നൊരു വിഷയമുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യാറുള്ളത്. അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് പല ഘട്ടത്തിലും അവർ ചതിക്കാറുണ്ട്, കരാർ ലംഘിക്കാറുണ്ട്. ആ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗസക്കകത്ത് ഇപ്പോഴും ആക്രമണം നടക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇനിയൊരു ആക്രമണം ഉണ്ടാവില്ലെന്നും ഗസക്ക് നേരെ ആക്രമണം നടക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും ആക്രമിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് നമ്മൾ ഏത് തരത്തിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന ചോദ്യം പ്രസക്തമാണ്. ഒന്നുകിൽ അമേരിക്കയെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരണം, അതല്ലെങ്കിൽ മധ്യസ്ഥരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരണം. ഈ 2 രീതിയും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്കും വല്ലാത്തൊരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു. മധ്യ ഗസക്കകത്ത് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഈ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും പോരാളികൾ നടത്തുന്നു എന്ന തരത്തെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥിതിയും സാഹചര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. 60,000-ഓളം സൈനികരെ മധ്യ ഗസയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, അത്ര ആളുകളിൽ പരമാവധി ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും എന്താവാൻ സാധിക്കുന്നില്ല, കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സൈനികർ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ഏറ്റുമുട്ടലിലാണ്, വലിയ സങ്കടത്തിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിന് പ്രശ്നത്തിനൊരു തീർപ്പുണ്ടാക്കുക എന്നുള്ളതാണ് മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരിക്കുന്ന വിഷയം. മധ്യസ്ഥർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മധ്യസ്ഥർ മാത്രം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യതകളും പറയുന്നു. എന്നിട്ട് അവർ തീരുമാനം എത്തിയതിനു ശേഷം അത് ഫലസ്തീനെയും ഗസയെ അറിയിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.